ഷാർജയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. സ്വന്തം മകളെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു. സത്യത്തിൽ ഈ പെൺപിള്ളേർക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അതിൻ്റെ ഒരു പിന്നെ എന്താ മരണമൊഴി പോലെ അതൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ആത്മഹത്യക്കുറിപ്പ്. അതെല്ലാവരും ചെയ്യുമല്ലോ. എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് പൊതുസമൂഹത്തിനൊരു അവയർനെസ് കൊടുക്കണ്ടേ? ഞാൻ ആത്മഹത്യ ചെയ്യുന്നു, ഗ്രേറ്റ്ഫുൾ തിങ് ആണ്, നിങ്ങളെല്ലാവരും അറിഞ്ഞോളി, ഇതാണ് എൻ്റെ കാരണമെന്ന്. ആത്മഹത്യ ഭീരുത്വമാണെന്ന് പറയും. നല്ല ധൈര്യമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും. കാരണം സ്വയം മുറിപ്പെടുത്തുക എന്ന് പറയുന്നത് അത്യാവശ്യം ധൈര്യമുള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയും. അതും അത്രയും കഷ്ടപ്പെട്ട് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെയും കൂടെ കൊന്നിട്ട് പണി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ല ധൈര്യം തന്നെ വേണം. അപ്പം അത്രയും ധൈര്യം ജീവിക്കാൻ വേണ്ടല്ലോ കൊച്ചേ എന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ. ജീവിക്കാനാണ് ധൈര്യം വേണ്ടത്. മരിക്കാനായിട്ട് ഈ ധൈര്യമൊക്കെ കാണിക്കാമെങ്കിൽ പിന്നെ അന്തസ്സായിട്ട് ജീവിച്ചുകൂടായിരുന്നു. എന്താ പ്രശ്നം? സൊസൈറ്റിയാണോ അല്ല വീട്ടുകാരാണോ സിസ്റ്റമാണോ? ഇതൊന്നും പറയുന്നില്ല. അവനവൻ്റെ മനോഘടനയാണ്. 1995 എൻ്റെ വിവാഹം. നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചിതരുടെ അവരെ പൊതുസമൂഹം കാണുന്ന ഒരു രീതിയുണ്ട്. വിവാഹമോചനം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അഹങ്കാരിയായ സ്ത്രീയാണ്, നിനക്ക് അടക്കമില്ല, ഈ ഒരു ടേമായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ല. ഞാൻ ഇവിടെ തന്നെ ജോലി കിട്ടി, ഗവൺമെൻറ് സെക്ടറി ജോലി കിട്ടിയ വ്യക്തിയാണ്. അത് ഞാൻ രാജിവെച്ചിട്ടാണ് ഗൾഫിലേക്ക് പോകുന്നത്. കാരണം അത്ര ചോദ്യശരങ്ങളും ശല്യങ്ങളും കൊണ്ട് തന്നെയാണ്. ഒരു വിശേഷ ദിവസങ്ങളിലേക്ക് പോലും ഞാൻ പോകാറില്ല. ഒരു കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ വന്നാൽ ഞാൻ പോകാറില്ല. ഒതുങ്ങി നിൽക്കും, മാറി നിൽക്കും. കാരണം ആര് കണ്ടാലും ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, അവനിപ്പോൾ എവിടെയുണ്ട്, അവനുമായിട്ട് എന്താണ് പ്രശ്നം, അവൻ വേറെ കല്യാണം കഴിച്ചോ? ഇതാണ് ഒരാളോട് ചോദിക്കുന്ന ചോദ്യം. അത് അവരുടെ ഒരു ക്യൂരിയോസിറ്റി അല്ല, മനഃപൂർവ്വം ഒരാളെ കുത്തി നോവിക്കുക എന്നുള്ളതാണ്. പൊതുവിലൊരു വിമുഖത ഉണ്ടാവും. കുടുംബത്തിൽ ആരോടും സഹകരിക്കാൻ തോന്നില്ല, മാറി നിൽക്കാൻ തന്നെ തോന്നും. അത് പലപ്പോഴും ലൈഫ് ലോങ് തന്നെ നീണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. പലരും പരാതി പറയും, എന്താണ് വരാത്തത്, എന്താണ് മിണ്ടാത്തത്, എന്താണ് എന്ന്. ഇപ്പം ഞാനത് തുറന്നു പറയുള്ളൂ. ഇതാണ്, എനിക്ക് ഇതുവരെയും ആ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ രണ്ട് കുടുംബങ്ങൾ കൂടെ ചേരുകയാണ്. ആ ചേർന്ന കുടുംബങ്ങൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തി അവർ പിരിഞ്ഞു പോകാതിരിക്കാൻ ശ്രമിക്കും. ശ്രമങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ പെണ്ണിനോട് മാത്രം നിർദ്ദേശിക്കുന്നത് തെറ്റായ ഒരു നടപടിയാണ്. ആ നടപടിയുടെ മറ്റൊരു പരിണിത ഫലമാണ് പെണ്ണ് ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ അച്ഛനും അമ്മയും ഉള്ള കുട്ടികൾക്ക് പോലും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു വലിയ കവറിങ് തന്നെയാണ്. അതൊരു വലിയ മതിലാണ്, ഒരു വൻ മതിൽ. ആ കവറിങ് ഇല്ലാതെ ഒരു കുഞ്ഞ് ഈ സമൂഹത്തിൽ എത്രത്തോളം കഷ്ടപ്പെടും എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് കുഞ്ഞിനെ വേണ്ട, ഇല്ലാതാക്കാം എന്ന തീരുമാനത്തിലേക്ക് അമ്മ എത്തുന്നത്. മുൻപൊക്കെ ഇതുപോലത്തെ കുറേ സിനിമകളൊക്കെ ഒന്ന്, ശാരദയൊക്കെ അഭിനയിച്ച സിനിമയൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു. അതിന് സത്യം പറഞ്ഞാൽ അത് സൊസൈറ്റിക്ക് കൊടുത്ത ഒരു മോട്ടിവേഷനാണ്. നീ ചാകുമ്പോൾ നിന്റെ കൊച്ചിനെയും കൂടെ കൊന്നോ എന്നുള്ളത്. ഇന്നാണെങ്കിൽ അത് ആളുകൾ പറയും, അന്നത് പറയില്ല. അന്നത് എല്ലാവർക്കും കരച്ചിൽ, സങ്കടമായിരുന്നു. പലരും പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗുമാണിത്. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, കുട്ടികൾക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, വേണ്ടെന്ന് പറയത്തില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകരുത്. അവിടെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ലൈഫ് മാത്രമല്ല, ആ കുഞ്ഞുങ്ങളുടെ സ്വസ്ഥതയും കൂടെയാണ്. മാറി നിന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് തെളിവാണ്. കുറേ എക്സാമ്പിൾ പറയാം, വേണമെങ്കിൽ ഇങ്ങോട്ട് നോക്കാം കേട്ടോ. ആ എക്സാമ്പിൾസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അയാളുടെ കുറ്റങ്ങൾ, അയാളുടെ കുറവുകൾ, അയാൾ കാണിച്ച ക്രൂരകൃത്യങ്ങൾ ഇതൊക്കെ വല്ലവരോടും വിളമ്പിയാലോ എക്സ്പ്ലെയിൻ ചെയ്താലോ മനസ്സിലാകുന്ന ഒരു സൊസൈറ്റിയിൽ നമുക്ക് ചുറ്റുമുള്ളത്. എങ്ങനെയായാലും പുറത്തു പോ എന്ന് പറയും, ക്ഷമിച്ചു പോ എന്ന് പറയും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെ, നമ്മൾ തന്നെ കുഴപ്പം, നമുക്ക് ഇങ്ങനെ പറ്റുള്ളൂ, എന്നെ വളർത്തിയത് ഇങ്ങനെയാണ്, എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് തന്നെ പറയാം. കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊരു കണ്ടന്റ് ആയിരിക്കും അവർക്ക്. അത് കഴിഞ്ഞാൽ അവർ തണുത്തോളും, അവരവരുടെ പാട് നോക്കിക്കോളും. ഇനി അവർ വീണ്ടും നിങ്ങളെ കണ്ടന്റ് ആക്കുന്നെങ്കിൽ അതേ നാവ് കൊണ്ട് തന്നെ രണ്ടങ്ങട് നല്ലപോലെ കാച്ചിയേക്കാം. സഹനം ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ കാണിച്ചാൽ നിങ്ങളെ കൂടുതൽ സഹിക്കാനുള്ള ഒരു വഴിയിലേക്ക് അവർ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. മകനുമായി ഞാൻ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമണം വന്നത് കുഞ്ഞിനെ കാണിക്കുന്നില്ല, കുഞ്ഞിനെ അവർക്ക് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു ബീജത്തിൽ വരുന്ന സാധനമല്ല, അതിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ കുട്ടി പുറത്തേക്ക് വരുമ്പോൾ അമ്മ അനുഭവിക്കുന്ന വേദനയൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ കുറേ കമൻസ് ഒക്കെ വന്നല്ലോ. അതിനേക്കാൾ ഉപരി ആ കുട്ടിക്ക് വേണ്ട എക്സ്പെൻസ് മീറ്റ് ചെയ്യുക, അതിന് വേണ്ട സ്നേഹം സമയത്ത് കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹമല്ല ഞാൻ പറഞ്ഞത്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. കാത്തിരിക്കുന്ന, കരുതലോടെ വന്ന് കൈ പിടിക്കും എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഏറ്റവും മോശമായി അവഹേളിക്കുകയാണ് അവൻ്റെ അമ്മയെ തെറി വിളിക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ പരസ്പരം നമ്മളിപ്പോൾ ആണുങ്ങളെ പറയുന്ന പോലെ തന്നെ പെണ്ണുങ്ങളെയും പറയാം. സ്ത്രീകൾക്കും ഉണ്ട് അങ്ങനെ ഒരു വശം. സ്ത്രീകളെ ഏറ്റവും മോശപ്പെടുത്തി ആ തന്ത പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? ആ കുഞ്ഞുങ്ങളോട് അവന് യാതൊരു സ്നേഹവുമില്ല. അതുകൊണ്ടാണ് അമ്മയെ ചീത്ത പറയുന്നത്.
അത് ബാധിക്കുന്നത് മക്കളെയാണെന്നുള്ള ബോധം വേണ്ടേ? അമ്മ ചീത്തയാണെന്ന് കേൾക്കുന്ന ഏതെങ്കിലും മക്കൾക്ക് ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. അപ്പം അവൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഇനി അവൻ അത് മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവൻ ആരെക്കാൾ ഉപരി ആ കുട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മൗനമായിരിക്കുന്നു എന്നുള്ളതും നമുക്ക് അർത്ഥമാക്കാം. അപ്പോൾ ഇത് കാട് കയറി പറയുന്നുണ്ട് ആർക്കും മറ്റൊന്നും തോന്നണ്ട. ഒരു മരണം, ആ മരണത്തോട് അനുഭവിച്ച് കിടക്കുന്ന ചർച്ചകൾ, ഇതാരും ചർച്ച ചെയ്ത് ഞാൻ കണ്ടില്ല, പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി. ഒരുപാട് പെൺകുട്ടികൾ വിദേശത്ത് നിന്നുകൊണ്ട് വിവാഹമോചനത്തിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് എന്നെ വിളിക്കാറുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും വിളിക്കാം. നിങ്ങൾ ഒരു ആത്മഹത്യയുടെ ആ ഒരു അറ്റത്താണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. അതിനുശേഷം നിങ്ങൾ തീരുമാനിച്ചു മരിക്കാൻ. ഒരു 5 മിനിറ്റ് എനിക്ക് തന്നാൽ മതി, നിങ്ങൾ അതിൽ നിന്ന് ഞാൻ മുക്തയാക്കി തരാം. കാരണം എനിക്ക് അതിനകത്തൊരു ഉറപ്പുണ്ട്, നിങ്ങളത് ചെയ്യില്ല. പലരും ലൈഫ് ഹിസ്റ്ററി പറയണത് എന്തിനെന്നറിയാം? നിങ്ങൾ അതിൽ കൂടെ പാഠങ്ങൾ പഠിക്കാനാണ്. നമ്മളെ ഒറ്റപ്പെടുത്താൻ ഒരു പറ്റം ആളുകൾ ഉണ്ടാവും. എന്തിനാ? നമ്മുടെ വീട്ടുകാർ തന്നെ കൂടെ നിൽക്കും, അവർക്കൊപ്പം നിൽക്കും. അവൻ നല്ലൊരുത്തനല്ലയോ, അവനെ അങ്ങനെ പറയാമോ, അവൻ എഞ്ചിനീയർ അല്ലേ, ലൈഫ് ലോങ് സെക്യൂർ അല്ലേ, ഇതൊക്കെ വരുന്ന ക്ലീഷേ ഡയലോഗ്സാണ്. ഇതിനെയൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ പുച്ഛിച്ച് ഇഗ്നോർ ചെയ്ത് കളയുക. കാരണം ഈ പറയുന്നവരാരുമല്ലല്ലോ ബെഡ്റൂമിൽ അവൻ്റെ ഒപ്പമുള്ളത്, ഈ പറയുന്നവരാരുമല്ലല്ലോ ആ വീട്ടിൽ അവർക്കൊപ്പമുള്ളത്, നമ്മളല്ലേ. നമ്മളെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നതിൽ ചിന്തിക്കുക പോലും വേണ്ട. അപ്പോൾ ഷെഫീനെ വിവാഹമോചനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് വെച്ചാൽ യെസ് ഓഫ് കോഴ്സ്. നിങ്ങൾക്ക് റെസ്പെക്റ്റ് ഇല്ലാത്ത, നിങ്ങൾക്ക് യാതൊരു മൂല്യവും കൊടുക്കാത്ത ഒരു ബന്ധവും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യരുത്. അത് മക്കൾക്കൊപ്പമാണെങ്കിലും അമ്മയ്ക്കൊപ്പമാണെങ്കിലും ഭർത്താവിനൊപ്പമാണെങ്കിലും കാമുകനൊപ്പമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ആർക്കൊപ്പമായിരുന്നാലും നിങ്ങൾക്ക് വിലയില്ലാത്ത ഒരു ബന്ധം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യരുത്. നിങ്ങളിവിടെ ഒരുപാട് റീമാരേജ് കണ്ടിട്ടുണ്ട്. ഈ മറ്റേ ആ കുട്ടിയുണ്ടല്ലോ സീതത്തോട്, ദീപ്തിയുടെ ആദ്യത്തെ വിവാഹം വളരെ ടോക്സിക് ആയിരുന്നു, വളരെ ബുദ്ധിമുട്ടി, വളരെ അനുഭവിച്ചതാണ്. രണ്ടാമത്തെ വിവാഹം അവൻ കൈത്താലത്തി കൊണ്ട് നടക്കുന്നു എന്ന് വെച്ചാൽ ഒരുത്തനിക്ക് വേണ്ട എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് നിധി പോലെയാണ്. അത്രയും സന്തോഷപൂർവമായ ഒരു ജീവിതം അവൾ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചത് കൊണ്ടല്ലേ. അന്ന് അത് വേണ്ടാന്ന് വെക്കാതെ എല്ലാവരും പറയുന്നത് കേട്ട് സഹിച്ചു നിന്നിരുന്നെങ്കിൽ ആർക്കാണ് നഷ്ടം? ദീപ്തിക്ക് മാത്രമാണ് നഷ്ടം. ബാക്കിയുള്ളവർക്കൊക്കെ നല്ലൊരു ജീവിതം. ആ കുട്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഗ്രേറ്റ്. ആ ഒരു ഗ്രേറ്റ്നെസ്സിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ലൈഫ് ലോങ് ആ കുട്ടി ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ കിടന്ന് ഇടിയും കൊണ്ട് തെറിയും കൊണ്ട് കഷ്ടപ്പെടേണ്ടി വന്നേനെ. ഒരു ദിവസം പോലും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഒരു കാര്യം, കുഞ്ഞുങ്ങളില്ല എന്നുള്ളത് ഒരു വലിയ സേഫ് സോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതേപോലെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒത്തിരി ബന്ധങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സിബിൻ്റെ വിവാഹം എടുത്തു നോക്കും. സിബിനും ചിഞ്ചുവും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്, പക്ഷെ രണ്ടും കൂടെ മുട്ടനടിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക. ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കൺസേൺ ചെയ്തുകൊണ്ട് രണ്ടുപേരും യോജിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ അവരോട് സംസാരിച്ചപ്പോഴും അതാ മനസ്സിലാക്കി. പക്ഷെ പരസ്പര ബഹുമാനമില്ല. പരസ്പര ബഹുമാനമില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവില്ല. നിന്റെ കുറ്റവും എൻ്റെ കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്ന ഇടയിൽ ഒരാൾ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. ആ ഒരു അവസ്ഥ അവർക്കിടയിൽ ഉള്ളത് കൊണ്ടാണ് അവരോട് നല്ല കാര്യത്തിൽ പറഞ്ഞ് രണ്ടും പിരിഞ്ഞു പോകുന്ന സുഖം. എന്നിട്ട് എന്താണ്? ചിഞ്ചുവിന് മറ്റൊരു പാർട്ട്ണറെ കിട്ടും, ചിഞ്ചുവിനെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടും, അതേപോലെ സിബിനും കിട്ടും. ഇപ്പം ഈ ഓരോരുത്തരും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണെന്നേ ഉള്ളൂ, അല്ലാതെ ഒരാളെ പേഴ്സണൽ ഇതായിലേക്ക് കയറുന്നതല്ല. വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കുടുംബപരമായി ആളുകൾ ചിന്തിച്ച് ഒരാളെ ചൂണ്ടിക്കാണിക്കുന്ന അയാൾക്കൊപ്പം ജീവിതം തുടങ്ങുന്ന പലർക്കും അനുഭവിക്കേണ്ടി വരുന്നത് ഈ ബുദ്ധിമുട്ടുകളാണ്. സ്വന്തമായി യാതൊരു വ്യക്തിത്വവും ഇല്ലാത്തൊരു വ്യക്തിയെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരവരുടെ സ്വന്തം അമ്മയായിരിക്കും. എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളും സ്വന്തം അമ്മയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു വ്യക്തിത്വവും ഇല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് അമ്മയാണ്. ഏത് സിംഗിൾ പേരൻറ്റിങ്ങിലുള്ള അമ്മയല്ല, രണ്ടുപേരും കൂടെയുള്ള അമ്മ. ആ അമ്മ തന്നെയാണ്. ഒരു വ്യക്തിത്വവും ഉണ്ടാവത്തില്ല. കാരണം അവർ സഹിക്കുകയാണ്. സഹനമാണ് അവരുടെ ഏറ്റവും വലിയ ഇതായിട്ട് വെച്ചിരിക്കുന്നത്. അമ്മ, പെണ്ണ്, സഹനം. ഇതിൽ നിന്ന് സൊസൈറ്റിയാണ് ഡെവലപ്പ് ആവേണ്ടത്, സമൂഹമാണ് മാറി ചിന്തിക്കേണ്ടത്. ഇന്നും രണ്ടാം വിവാഹം കഴിക്കുന്നവരാണ്. നീ 4 കെട്ടിയിലടി 40 കെട്ടില്ല, ജയിക്കാനാണെങ്കിൽ പോലും നമ്മളും ഇതൊക്കെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? സൊസൈറ്റി അത് പറയുന്നു, അപ്പം നമ്മളും കൂടെ പറയുന്നു. ആ ടേമേ വിടണം. ഒരാളെ കൂടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ഒരു ഗതികേടിലേക്ക് പെൺകുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് സൊസൈറ്റിയാണ്. അതിൽ തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ പെണ്ണുങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് ആത്മഹത്യ. ഈ പില്ലുകൾ ഒന്നിച്ച് ഒറ്റയ്ക്ക് കയറി ചത്തു പോകി കുഴപ്പമില്ല, കൊച്ചുങ്ങളെയും കൂടെ കൊന്നും കളയും. പക്ഷെ അത് ശരിയാണോ എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ശരിയാണ്. കാരണം ഈ കുട്ടികളെ പുറത്തേക്ക് ഇട്ടിട്ട് പോയാൽ നാളെ ആരെ എന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കുമെന്ന് പറയാൻ ഒക്കത്തില്ല. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരു അമ്മ മകളെ കൊന്നത് ഓർമ്മയുണ്ടോ? ഭർത്താവിൻ്റെ അനിയൻ അവളെ നിരന്തരമായി ഉപയോഗിക്കുന്നത് അറിഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റാത്തതിന് അവൾ ചെയ്തൊരു പരിപാടി ഇതാ, കൊച്ചിനെ അങ്ങോട്ട് കൊല്ലുക. അതാണ് അവൾ കണ്ട ഒരു സൊല്യൂഷൻ. ഒരു പരിധിവരെ അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കുഞ്ഞല്ലേ, കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല. കുഞ്ഞാണ്, അത് പറഞ്ഞിട്ട് ആരും മനസ്സിലാക്കുന്നില്ല, ആരും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതേത് വഴിയിൽ കൂടെ പോയി അതിന് സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ അവളുടെ മനോഘടനയെ തോന്നിയ ഒരു ഐഡിയ ഏതാണ്? കൊന്നുകളഞ്ഞേക്കുക എന്നുള്ളത്. ഈ ഇതിലും അത് തന്നെയാണ്. ഈ കുട്ടി എഴുതിയ കുറേ പേപ്പേഴ്സ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, നമുക്കതൊന്ന് വായിക്കാം. കൊച്ചെന്തൊക്കെയോ കഥകൾ എഴുതി വെച്ചിട്ടാണ്
മൗത്തായി പോയിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഇത് 1-ാം പ്രതി നീതു പെന്നി എൻ്റെ നാത്തൂൻ, 1-ാം പ്രതി നിതീഷ് മോഹൻ എൻ്റെ ഭർത്താവ്, 2-ാം പ്രതി മോഹന് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ. കല്യാണം ആഡംബരമായി നടത്തിയില്ല, ഡൗറി എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, കാർ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കല്യാണം ചെയ്യുന്നതോടൊപ്പം ഞാൻ സഹിച്ചു. മിച്ചു വീട്ടില്ലാത്തവൾ, ക്യാഷില്ലാത്തവൾ, ജീവിക്കുന്ന എല്ലാ പരിഹാസങ്ങളും ഒക്കെ ഞാൻ ആ കുട്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അറിയുന്നില്ല, അതുകൊണ്ടാണ്. എൻ്റെ കുഞ്ഞിനെ ഒരിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും രാത്രിയിൽ എനിക്ക് അവനെ വിളിക്കേണ്ടി വന്നു. എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ ലോക്കറിൻ്റെ കീ ദേശിൻ്റെ അച്ഛൻ്റെ കൈവശമാണ്. അത് ഞാൻ വാങ്ങിയതാണ്. അടുത്ത വൈരാഗ്യം, അത് പട്ടിയെപ്പോലെ തല്ലിയിട്ടുണ്ട്. ആഹാരം തരില്ല, നാട്ടിൽ കൊണ്ടുപോകില്ല. ബിനീഷ് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഞാനും കുഞ്ഞും എന്നും ഒറ്റയ്ക്കാണ്. അയാൾ വൈകൃതമുള്ള മനുഷ്യനാണ്. കാണാൻ പറ്റില്ലാത്ത വീഡിയോസ് കണ്ടിട്ട് അതുപോലെ ബെഡിൽ കാണണമെന്ന് പറയും. വയ്യ, മടുത്തു. എൻ്റെ കുട്ടി വരെ വെട്ടാൻ എന്ന് കാരണം. ഓർമ്മ, ഒരുപാട് ക്യാഷ് ഉള്ളവരാണ്, എന്നിട്ടും എൻ്റെ സാലറിക്ക് വേണ്ടി എന്നെ ദ്രോഹിച്ചു കൊണ്ടുപോകാം. എല്ലാം സഹിച്ചും സ്വന്തം അമ്മായിയപ്പൻ കാശ് വരെ ഞാൻ സഹിച്ചു. പക്ഷേ ഭാര്യയോട് കിടക്കുന്നതിനെ പറ്റി വരെ മറ്റു പെണ്ണിനോട് നിതീഷ് ഷെയർ ചെയ്തു. എല്ലാവർക്കും എല്ലാം അറിയാം. ലോകം ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ആ കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ വേദനയുണ്ട്, എന്ത് പറയാനാണ്. നല്ല ഒരു സുഹൃത്ത് അവൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, അത് പെണ്ണ് തന്നെ വേണമെന്നില്ല, ആണായിരുന്നാലും മതി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പെൺകുട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ലായിരുന്നു. ദ വെരി ബിഗിനിങ് നമ്മളെ കൈവയ്ക്കുന്നവരെ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ശക്തമായ തീരുമാനം എടുക്കാനുള്ള ആംബിയർ പെൺകുട്ടികൾ കാണിക്കണം. നിങ്ങൾ തിരിച്ചടിച്ചാൽ അവൻ കൊള്ളുമോ? അവൻ കൊണ്ടുകൊണ്ട് നിൽക്കുമോ? അതെന്താ നിങ്ങൾ മാത്രം അടികൊള്ളുന്നേ? നിങ്ങളെന്താ തല്ലുകൊള്ളി യന്ത്രങ്ങളാണോ? നിങ്ങളെ തല്ലാമെന്നാണോ? അതൊരു അലിഖിത നിയമമാണല്ലോ, പെൺകുട്ടികളെ തല്ലാം. എനിക്ക് എന്തോരം ഇടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? എന്തോ സംഗതി അവാർഡ് കിട്ടിയ കണക്കാണ് പെൺപിള്ളേർ പറയുക. എനിക്ക് എന്തോരം ഇടി അവൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ എന്ന്. അതെന്താ അവാർഡാണോ? അടിച്ചാൽ തിരിച്ചടിക്കണം. അതിനുള്ള പവർ നിങ്ങൾക്ക് ഉണ്ടാകണം. ഈ കുട്ടിക്ക് ജോലിയുണ്ട്, സ്വസ്ഥമായി ജീവിച്ചു പോകാമെന്നുള്ളതേ ഉള്ളൂ. അവിടെയാണ് പ്രശ്നമെങ്കിൽ മറ്റൊരു കൺട്രി തേടണമായിരുന്നു. ഇത് പബ്ലിക്കിൽ പറയണമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്, നിങ്ങളത് പബ്ലിക്കിൽ പറയണം. മാനക്കേട്, നാണക്കേട് സെക്കൻഡറിയാണ്. ഇത് ഇത്രയധികം ടോക്സിക് അനുഭവങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടായിട്ട് അത് പുറത്തു പറഞ്ഞില്ല, വീട്ടിൽ പറഞ്ഞില്ല. സ്വർണവുമായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ലോക്കറിൻ്റെ കീ അയാൾ വാങ്ങിച്ചു വെക്കുന്നു, കുടുംബം വാങ്ങിച്ചു വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും അടിമയാണെന്ന് അവിടെ തന്നെ തെളിയാണ്. നിങ്ങളുടെ വീട്ടുകാർ വാങ്ങിച്ചെന്ന സാധനത്തിൻ്റെ കീ അയാൾ വാങ്ങിച്ചു വെക്കേണ്ട കാര്യം എന്താ? ഈ കുട്ടിക്ക് ശരിക്കും ഗൈഡ് ലൈൻ കൊടുത്തല്ല അവരുടെ പേരൻസ് വിട്ടത്. അരുമ പോലുള്ളൊരു കുഞ്ഞ്. ആ കുട്ടിയെ നഷ്ടപ്പെടുത്തിയത് ആ വീട്ടുകാർ തന്നെയാണ്. സ്വർണവും സ്വത്തും കാറും ബംഗ്ലാവും ഒക്കെ കൊടുത്ത് ഒരുത്തനെ കടമെടുക്കുന്നതിലും ഭേദം അവളെ മനസ്സിലാക്കുന്ന, അവളെ ഇഷ്ടപ്പെടുന്ന ഒരു പാവപ്പെട്ടവനെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം വരുമായിരുന്നു. തനിക്ക് താഴ്ന്നവരെ എപ്പോഴും നോക്കുന്നതാണ് പെൺകുട്ടികൾക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തനിക്ക് മുകളിലുള്ളവരെ നോക്കിയാൽ അവിടെ അടിമയായിട്ട് നിൽക്കേണ്ടി വരും. എന്തിനാണ് ഈ അഹങ്കാരത്തിന് പോയി എന്നുള്ളതാണ്. ഇതെല്ലാം ആ കുഞ്ഞ് നഷ്ടപ്പെട്ട് നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനൊക്കത്തില്ല. ഗൾഫിലെ ലൈഫുകൾ പലരും ഇങ്ങനെയാണ്, പലതും കടിച്ചു പിടിക്കുന്നുണ്ട്. അവിടെ ചെന്ന ശേഷം സെപ്പറേറ്റ് ആവുകയും പിന്നീട് ജോലിയിൽ കയറി സ്വന്തം ജീവിതം സേവ് ആക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരം അപമാനങ്ങളാണ്. പല പോക്കൃത്തരങ്ങളും പറഞ്ഞുണ്ടാക്കും, പലതും പറഞ്ഞുണ്ടാക്കും. പറയുന്നവർക്ക് അത് ഈസിയാണ്, കേൾക്കുന്നതും അനുഭവിക്കുന്നതും നമ്മളാണല്ലോ. പല രീതിയിൽ വന്നിരുന്ന് പറയും. അപ്പോൾ ഇതൊന്നും ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എൻ്റെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ എനിക്കിതിനകത്തോട് മാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനത് പറയത്തില്ല. അതിൻ്റെ കാരണം അത് ബാധിക്കപ്പെടുന്ന എൻ്റെ മകനെയും കൂടി ആയതുകൊണ്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ ചീത്തയാക്കാൻ നമുക്ക് ചുറ്റുമുള്ളവർക്ക് തന്നെ കഴിയുമെന്നുള്ളത് ഒരു വലിയ സത്യമാണ്. നമുക്ക് ചുറ്റുമുള്ളവരാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. പുറത്തുനിന്ന് ആരും വന്ന് നമ്മളെ ശല്യം ചെയ്യത്തില്ല. നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്ന വ്യക്തിക്ക് നമ്മളെക്കാൾ അവിടെ അക്സെപ്റ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മളുടെ പതനം അവിടെ തുടങ്ങിയെന്നാണ്. അപ്പം തന്നെ നമ്മൾ വിജിലൻ്റ് ആവുക. സേവ് യുവർ സെൽഫ്. ഇനിയും പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ അയാൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ നമ്മൾ നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മിക്ക പെൺകുട്ടികൾക്കും പറ്റുന്നൊരു അബദ്ധമാണ് നമുക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാം, ഒന്നും കൂടെ പരീക്ഷിക്കാം. അവനല്ലാതാവുമോ? പെട്ടെന്നൊരു ദിവസം മാറുമോ? ഒരിക്കലുമില്ല. കൈ വെച്ചിട്ടുണ്ടോ അവൻ ആ തൻ്റെ ഇടം ഉണ്ടാവും. അവൻ നിന്നെ വീണ്ടും അടിക്കും. ആട്ടി കൊണ്ടിങ്ങനെ കിടക്കാൻ പഴയ കാലമാണോ? എഡ്യൂക്കേറ്റഡ് ആയ ഒരു പെൺകുട്ടിക്ക് പോലും അതെങ്ങനെ തിരിച്ചറിയണം, എങ്ങനെ പറയണമെന്നറിയില്ല. നിന്നെ കൈവയ്ക്കാനുള്ള ഒരു പെർമിഷനും ഒരാളും അവന് കൊടുത്തിട്ടില്ല. തിരിച്ച് നിനക്കുമില്ല അവനെ തല്ലാനുള്ള അധികാരം. നീ എന്താ അവൻ്റെ കുട്ടിയാണോ? അല്ലെങ്കിൽ ഇനി കുഞ്ഞുങ്ങളെപ്പോലും തല്ലുന്നത് ക്രൈമാണെന്ന് പറയുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് നീ തല്ലുകൊണ്ട് മിണ്ടാൻ നിൽക്കുന്നത്? അത്രത്തോളം എന്ത് തെറ്റ് ചെയ്തു എന്നാണ്.
നമ്മൾ തല്ലുകൊള്ളേണ്ടവരാണ്. 1-2 അടിയൊക്കെ ഹസ്ബൻഡ് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കരയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ വീട്ടിലുമൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് കമ്പാരിസൺ നടത്തി സോൾവ് ചെയ്യുന്ന ഒരു രീതിക്ക് ഒരു അവസാനം ഉണ്ടാവണം. ഞാൻ എന്ന വ്യക്തിക്ക് ഒരു മൂല്യമുണ്ടെന്നും ആ മൂല്യം ഞാനാണ് ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് എന്നാണ് ഈ പെമ്പിള്ളേർ പഠിക്കാമെന്നറിയത്തില്ല. ഒന്നിനു മുമ്പേ കയറി അങ്ങ് കെട്ടിത്തൂങ്ങി ചാവുകയാണ്. പെൺകുട്ടികളെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത് വീട്ടിലെ ജോലി എടുക്കാനും അത്യാവശ്യം സ്വർണം കൊണ്ടുവന്നിട്ട് മകൻ്റെ കടം തീർക്കാനും മകന് അടിമയായിട്ടിരിക്കാനും നമുക്കൊക്കെ സർവീസ് ചെയ്യാനുമാണെന്നുള്ളൊരു ധാരണ പണ്ടുണ്ട്. ഇന്നത്തെ കാലത്ത് അതില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെ കാണിച്ച പെണ്ണുങ്ങളുടെ വാട് നോക്കി പോകും എന്നുള്ളതാണ് വസ്തുത. ഇതിൽ തെറ്റുണ്ടോയെന്ന് ചോദിച്ചാൽ ആധുനിക കാലഘട്ടത്തിൽ ഇത് തെറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ അവരെ അടിമയാക്കി വെക്കുന്നത് തെറ്റ് തന്നെയാണ്. ഇറങ്ങിപ്പോണത് ശരിയാണെന്നാണ് എൻ്റെ വാക്ക്. അതേപോലെ പുരാതന കാലഘട്ടത്തിൽ, അതായത് അമ്മായി വൈബ് ആൻറ്റി വൈബൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയും. അഡ്ജസ്റ്റ്മെൻറ്റ് എന്നെ മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ജീവിതങ്ങളാണ്, 2 കുടുംബത്തിൽ വളർന്നവരാണ്. ഒന്നിച്ച് വരുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, ചില കല്ലുകടികൾ ഉണ്ടാകും. അത് നമ്മൾ പരസ്പരം സഹകരിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ കോട്ടയത്തുള്ള ഒരു പെണ്ണ് നമ്മൾ തിരുവനന്തപുരത്തൊക്കെ കെട്ടിക്കൊണ്ടുപോകണമെന്ന് വയ്ക്കാം സപ്പോസ്. തിരുവനന്തപുരത്തെ ഭക്ഷണ രീതി ഡിഫറൻ്റ് ആണ്, കോട്ടയത്ത് ഡിഫറൻ്റ് ആണ്. ഇവിടെ മുളകിട്ട മീനാണ് കിട്ടുക, അവിടെ തേങ്ങ അരച്ച മീനാണ് കൂടുതൽ ടേസ്റ്റ്. ആദ്യത്തെ കുറേ ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകിട്ട മീൻകറി അരച്ച് തിന്നോളി. അങ്ങനെ ഒരു ഓപ്ഷൻ ആ കുടുംബം കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നം സോൾവ് ചെയ്യും. അല്ല, നീ ഇതിവിടെ പറ്റുള്ളൂ, അതൊരു എക്സ്ട്രാ ചിലവാണ്, അതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയുന്ന അമ്മായിയമ്മയാണെങ്കിൽ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങ് മാറുന്നതായിരിക്കും സുഖം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കുറച്ച് വിശാലമായി ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ ആക്കിക്കോ. മനസ്സിലായല്ലോ? പിന്നെ നിന്റെ ഡ്രസ്സിൽ, നിന്റെ നടത്തത്തിൽ, നിന്റെ പോക്കുവരത്തിൽ ഒക്കെ കൈ കടത്തുന്നുണ്ടെങ്കിൽ അതും അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അത് എന്താണ് എന്നൊരു ചോദ്യം പോലും ചോദിക്കാനുള്ള ചെറിയ അവകാശം ഹസ്ബൻഡിനുണ്ട് എന്നതിനപ്പുറം വേറെ ആർക്കും ആ റൈറ്റ്സ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക അവർക്ക്. വിവാഹത്തോടെ ആദ്യത്തെ 2 വർഷം രണ്ടുപേരും തനിച്ച് താമസിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നിങ്ങളാണ് ആദ്യം പരസ്പരം മനസ്സിലാക്കേണ്ടത്, പിന്നെയാണ് വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത്. മകൻ ഒരു പാർട്ട്ണർ വേണമെന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ആ കുട്ടികളെ നശിപ്പിക്കാനും ശല്യം ചെയ്യാനും പോകാതിരിക്കുക. അളവിൽ കൂടുതലായിട്ട് പോക്കൃത്തരങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒരു ഇടപെടൽ ആവശ്യമാണ്. അതിൻ്റെ അപ്പുറം അനാവശ്യമായി അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടൽ നടത്തുമ്പോൾ ഇതുപോലെ അവസാനം ഉണ്ടാവും. പക്ഷേ ഈ പെൺകുട്ടി വിചാരിച്ചിരിക്കുന്നത് അവൾ ജയിച്ചു, ഇവരെല്ലാം ഇപ്പോൾ പോലീസ് വിളിച്ചിട്ടുണ്ട്. ഒരു വാഴയും നടക്കില്ല, ഒരു ഉണ്ടയും നടക്കില്ല. അവർക്ക് അങ്ങനെ ഒരു കേസ് വന്നാൽ പോലും അതൊരു കേസാണ്. ഇതിൽ അവന് ജാമ്യം കിട്ടി, ആർക്ക് ഇല്ല, വിസ്മയ കൊച്ചിൻ്റെ ഭർത്താവിന് ജാമ്യം കിട്ടി. മാത്രവുമല്ല ഇതൊന്നും കൂടെ റീതിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ സർക്കാർ തലങ്ങളിൽ കേസും കൊടുത്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ റീതിങ്ക് ചെയ്യും, ചിലപ്പോൾ അവനിക്ക് ജോലി തിരിച്ചു കിട്ടും, അവൻ പഴയ നിലയിലെത്തും, അവൻ മറ്റൊരു പെണ്ണെ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കും. അവളെ വീട്ടുകാരോ BMW കാറ് വാങ്ങി, ഓഡി കാറ് വാങ്ങി അതിനകത്ത് ചുറ്റി നടക്കുന്നു. നഷ്ടപ്പെട്ടത് ആർക്ക്? നഷ്ടപ്പെട്ടത് വിസ്മയ്ക്ക് മാത്രം. കിട്ടിയ ജീവിതം ആസ്വദിച്ച് തീർക്കാൻ പറ്റാതെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടും അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും കയറി കെട്ടിത്തൂങ്ങി ചത്തു. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കാൻ പറയുന്നതാണ്, ഇത് നിങ്ങളുടെ ലൈഫാണ്. ഇതിൽ ഡിസിഷൻ എടുക്കാനുള്ള പൂർണ്ണാധികാരം നിങ്ങൾക്കാണുള്ളത്. ഇന്ന ആളെ വിവാഹം കഴിക്കാൻ വീട്ടുകാർ പറയുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങളുടെ ഏജ് കൊണ്ടാണ്. ആ ഏജ് കഴിയുന്നവരെ കടിച്ചു പിടിച്ച് നിൽക്കാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി ആകുമ്പോൾ മാത്രം വിവാഹം പറയുക. ആ വിവാഹത്തിൽ എന്തെങ്കിലും താളപ്പിഴയോ പ്രശ്നമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ ഇരുന്ന് സംസാരിക്കുക. തീരുന്നില്ല എന്ന് കണ്ടാൽ ഒരു പേപ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിട്ടതങ്ങ് തീർക്കുക. ഒരു നാണക്കേടും അതിനകത്ത് വിചാരിക്കേണ്ട കാര്യമില്ല. കാലം പഴയ കാലമല്ല. ഞാനൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ട് പോലെ ഇന്ന് ആർക്കും അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണിന് പെട്ടെന്ന് വിവാഹവും കിട്ടും, അവൻ സെക്യൂർ ആകും, അവൻ ഭയങ്കര മാന്യനുമാവും. നമ്മളാരും ഒരു ഇടത്തത്തില്ല, ഒന്നും പറയാനും പോകുന്നില്ല, ഞാൻ സ്പെഷ്യലി പറയത്തില്ല. പക്ഷേ അവനറിയാമല്ലോ അവൻ ചെയ്തത് എന്താണെന്ന്, അവൻ്റെ വീട്ടുകാർക്കും അറിയാമല്ലോ അവരെന്താണ് ചെയ്തതെന്ന്. അപ്പോൾ അത് നമ്മുടെ മനസ്സിരിക്കുന്നിടത്തോളം നോക്കി ഒരു ചിരി അങ്ങോട്ട് ചിരിക്കുക, അന്തസ്സായിട്ട് ജീവിക്കുക. ജീവനാംശത്തിനോ ചെലവിനോ ഒരു വാഴയ്ക്കും പോകാതിരിക്കുക. അന്തസ്സായിട്ട് നീ പ്രസവിച്ച കുഞ്ഞാണോ അല്ലെങ്കിൽ നീ പ്രസവിച്ച മക്കളാണോ അന്തസ്സായിട്ട് നോക്കുക. അതുങ്ങൾ വളർന്നു വരുമ്പോൾ അതുങ്ങളോട് കാര്യം പറഞ്ഞു കൊടുക്കുക. അതുങ്ങൾ പോയി ചോദിക്കട്ടെ എന്ന് വെക്കുക. ഇവൻ ചത്തുപോയി എന്നങ്ങ് കൺസിഡർ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഒരു വിഷയം അപ്പം നമ്മുടെ കൂടെ നമ്മളോട് ദേഷ്യപ്പെട്ട് നമ്മളെ അപമാനിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ചത്തുപോയി എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അവരങ്ങോട്ട് ചത്ത് തീർന്നു, ശല്യം. പിന്നെ അങ്ങനെയൊന്ന് ജീവിച്ചു നോക്കിയത്. പിന്നെ നാട്ടുകാരുടെ ക്രൂരമായിട്ടുള്ള വാക്കുകൾ, ടിറ്റ് ഫോർ ടാറ്റ്, എല്ലാവർക്കും ഉണ്ടാകും ഒരു പ്രശ്നം. അവരെ പ്രോബ്ലത്തിൽ കയറി പിടിക്കുക. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഹാഷ് ടോക്ക് നോ പ്രോബ്ലം. നിങ്ങളെ ചിലപ്പം ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള പെണ്ണായിട്ട് പറയും, അഹങ്കാരി എന്ന് പറയും, പല പൊകൃതരങ്ങളും പറയും. അവർ പറഞ്ഞോട്ടെന്നേ, അതല്ലല്ലോ നിങ്ങൾ. നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ് ഇതാണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. എന്തൊക്കെയാണ് പറയുന്നത്. ഇവിടെ എൻ്റെ മക്കൾക്കൊപ്പം ഞാൻ ജീവിക്കാൻ തുടങ്ങി ഇന്നവരെ ഇവിടെ ഒരാളും വരാതിരുന്നെങ്കിൽ, ഒരാളും ഇല്ലാണ്ട് 4 കല്യാണം എന്നാണ് പറയുന്നത്. അതൊക്കെ പറയും ശത്രുക്കൾ, പല കോലവും പറയും. അവർ പറയുന്നിടത്ത് നമ്മൾ പോയി നിന്ന് കൊടുക്കാൻ പോകുമ്പോഴല്ലേ ഈ പ്രശ്നം വരുന്നേ.
പാട്ട് പാടുന്നവർ പാടട്ടെന്ന്, അവർക്ക് പറയാനുള്ളത് അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെന്ന്. നമുക്കത് ഒരിടത്ത് ഒരു രോമത്തിൽ പോലും പെടുന്നില്ല എന്ന് കാണുമ്പോൾ അത് നിങ്ങൾ തോറ്റ് തുന്നം പാടി അത് നിങ്ങളുടെ വഴി നോക്കി പൊയ്ക്കോളും. അതിന് വേണ്ടിയിട്ട് കയറി തൂങ്ങിച്ചെത്താൽ നഷ്ടം ആ കുഞ്ഞിനും തനിക്കുമായിരുന്നു. ഈ പെൺകുട്ടിക്കും ആ കുട്ടിക്കുമാണ് നഷ്ടം. പൂർണ്ണമായും ആ രണ്ടുപേരും മരണപ്പെട്ടത് അവർക്കാണ് നഷ്ടം, വേറെ ആർക്കും ഒരു നഷ്ടമില്ല. എവിടെയെങ്കിലും ഒരു ഫോട്ടോയിൽ നിങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിലും അവൻ്റെ കുടുംബത്തിൽ അതും കാണത്തില്ല, ആരുടെ ഉള്ളിൽ പോലും ഉണ്ടാവില്ല. എനിക്ക് പോലും ഇതൊരു ദിവസത്തെ കണ്ടന്റാണ്, അത് കഴിഞ്ഞ് ഞാനും മറക്കും, സ്വാഭാവികമാണ്. ദയവ് ചെയ്ത് ആത്മഹത്യ ഒരു പരിഹാരമല്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യണേ, ദയവ് ചെയ്തിട്ട്. ഞാൻ നമ്പർ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഒരുപാട് ശല്യം ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഒത്തിരി പേര് എനിക്ക് ഈ രീതിയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കംഫർട്ട് ആക്കിയിട്ടുണ്ടെന്നുള്ള ധൈര്യം കൊണ്ടാണ് അത് പറയുന്നത്. ദയവ് ചെയ്ത് ആത്മഹത്യ ഒരു പരിഹാരമല്ല, ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരമല്ല. ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നമ്മളെ കൊള്ളില്ല എന്ന് പറഞ്ഞവർ, നമ്മളെ വേണ്ട എന്ന് പറഞ്ഞവർ ഇരുന്ന് കരയണം. നമ്മളെ കാണുമ്പോൾ അവരുടെ കണ്ണുകളിൽ നഷ്ടബോധം ഉണ്ടാകണം, കരച്ചിലായിരിക്കണം വരേണ്ടത്. ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ജമ്മാണല്ലോ എന്നുള്ളത്. അത് മഞ്ജു വാര്യർ തെളിയിച്ചില്ലേ, അതുപോലെ ആയിരിക്കണം. അവൻ എന്ത് പറഞ്ഞാലും അതൊന്നുമല്ല ഞാനെന്ന് മഞ്ജു തെളിയിച്ചില്ലേ, എങ്ങനെയുണ്ട്? അത്രയേ ഉള്ളൂ. ആ ഒരു ബോൾഡ്നെസ് ഓരോ പെൺകുട്ടികൾക്കുണ്ട്. എനിക്കതിനുള്ള ധൈര്യമില്ല, എനിക്കതിനുള്ള ആരോഗ്യമില്ല. നീ ഒന്ന് പ്രസവിച്ചല്ലേ, പ്രസവിക്കാൻ ഇത്രയും ധൈര്യം വേണമല്ലോ. അതിനേക്കാൾ ധൈര്യമൊന്നും വേണ്ട ജീവിക്കാൻ. നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണത്, ജീവൻ മരണ പോരാട്ടം. ഊസി കുത്തി ഓസി ചെയ്താണൊക്കെ അല്ല കേട്ടോ, അല്ലാതെ അത്രയും തൻ്റെ ഇടം വേണം. ആ തൻ്റെ ഇടം നീ കാണിക്കാനുണ്ടെങ്കിൽ നിനക്ക് മുന്നോട്ട് ജീവിക്കാനും ആ തൻ്റെ ഇടം ഉണ്ട്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങളെ വേണ്ട എന്ന് പറയുന്നവരുമായി കടിച്ചു തൂങ്ങാൻ നിൽക്കാതെ അവരെ അവോയ്ഡ് ചെയ്ത് അതിനേക്കാൾ സുന്ദരമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ നിങ്ങൾക്ക് ധൈര്യമില്ല. തോറ്റു കൊടുക്കാതെ ഞാൻ മരിച്ചുപോയി അവരെ ഞാനിപ്പോൾ തോപ്പിക്കും, അവരെയൊക്കെ ഞാനങ്ങ് കയറ്റും, 1-ാം പ്രതി 2-ാം പ്രതി എന്നൊക്കെ ഈ കൊച്ചുങ്ങളടുത്ത് ആരാ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇന്നേ വരെ ഇങ്ങനെ ഒരു സംഗതിയിൽ ഒരാൾക്കും പണിഷ്മെൻറ്റ് കിട്ടിയത് എൻ്റെ അറിവിലില്ല. ജയിലിൽ കൊണ്ടുപോകും, അവർ ജാമ്യം എടുക്കും, കേസ് നടത്തും, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. ഒരു സുരായി നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടമെന്നുള്ളത് പെൺകുട്ടികൾ മനസ്സിലാക്കുക. വിവാഹം എന്ന് പറയുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ഒന്നിച്ചു ചേരലാണ്, 2 കുടുംബങ്ങൾ, 2 വ്യക്തികൾ ത്രൂ 2 കുടുംബങ്ങൾ. അതിനപ്പുറം അതിന് വലിയ മൂല്യമൊന്നും കൊടുത്തു അങ്ങ് കയറ്റാൻ നിൽക്കരുത്. അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബന്ധം അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കണം. അതിൽ ഒരു തെറ്റുമില്ല, അതിലകത്ത് ഒരു മാനക്കേടുമില്ല. ആത്യന്തികമായി നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സമാധാനമായിരിക്കണം. എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കണം. അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ നിന്നാൽ മതി എന്ന് വയ്ക്കുക. ഞാൻ ചോദിക്കട്ടെ, തീട്ടക്കുഴി നിങ്ങളെ കൊണ്ടിട്ട് എത്ര ദിവസം നിങ്ങൾ അതിനകത്ത് കിടക്കും? നാറ്റം കാരണം നിങ്ങളെ കൊണ്ട് പറ്റാണ്ടാവത്തില്ലേ? അതോ നിങ്ങൾ അതുമായിട്ട് യൂസ്ഡ് ആകുമോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു ഇതില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടുന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാനല്ലേ നിങ്ങൾ ശ്രമിക്കുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.